ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. നമസ്കാരം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 3 സ്കൂളുകൾക്ക് NOC ലഭിച്ചത് UDFന്റെ നേട്ടമാണെന്ന വാദത്തെ തിരസ്കരിക്കാൻ യുവമോർച്ച നടത്തിയ അവകാശവാദം പൊള്ളത്തരമെന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ. ഖാദി സിൽക്ക് മേള ഡിസംബർ 14 മുതൽ 24 വരെ കാസർഗോഡ് നടക്കും. ഡെങ്കിപ്പനി പടരുന്നു. കാസർഗോഡ് 5 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് ഡെങ്കിപ്പനി. നിത്യാനന്ദ വികേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സദ്ഗുരു സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് വർക്ക്ഷോപ്പും കമ്പ്യൂട്ടർ ലാബും സ്വാമി നിത്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിത്യാനന്ദ വികേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സദ്ഗുരു സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് വർക്ക്ഷോപ്പും കമ്പ്യൂട്ടർ ലാബും ഗുജറാത്ത് വൽസാഡ് ശാന്തി മന്ദിരത്തിലെ മഹാമണ്ഡലേശ്വർ സ്വാമി നിത്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. So it is a matter of great pride for all of us who are devotees and disciples of Swami Nityananda to hear this, to know this. And we can only pray that this goes further. And what Sri Nagaraj Shetty said, the opening of possibly a medical college or a dental college, we pray that it happens soon in the same speed that all of this other works have taken place. At the same time, we must remember Swami Jnanananda, who lived here, and it is whose inspiration that all of this has taken place. Though he is no longer in our midst, but we pray to him also that his vision with which he bought this land, with the vision which he started all of this, may he continue to inspire and guide us along with our Gurudev Bhagwan Nityanand to continue the work forward, and that we do this well. പോളിടെക്നിക് കോളേജിലെ പുതിയ കെട്ടിടത്തിന്റെയും ക്ലാസ് ലാബിന്റെയും ഉദ്ഘാടനം സുരേന്ദ്ര കല്യാൺപൂർ നിർവഹിച്ചു. അരുൺ ഗുപ്ത, ആനന്ദ ഗുപ്ത എന്നിവർ കമ്പ്യൂട്ടർ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ നൽകിയ വികസന ഫണ്ട് ചടങ്ങിൽ വെച്ച് ബി നാഗരാജ ഷെട്ടി ഏറ്റുവാങ്ങി. തുടർന്ന് നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനായി നിർമ്മിച്ച ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ദുർഗാ പ്രസാദ് ഷെട്ടി നിർവഹിച്ചു. നാഗരാജ ഷെട്ടി സ്വാഗതവും ടി പ്രേമനാഥ് നന്ദിയും പറഞ്ഞു. പ്രഭാകരൻ വാഴുന്നോറടി, നരസിംഹ ഷേണായ് എന്നിവർ സംസാരിച്ചു. ഖാദി പ്രചരണവും വിപണനവും ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ഖാദി സിൽക്ക് മേള ഡിസംബർ 14 മുതൽ 23 വരെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞൊരു 3 കോടി ഉറുപ്പിയോളം ഞങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 കോടിയോളം ഖാദി ഉൽപ്പാദനം ഞങ്ങൾ ഈ മലബാർ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മേജർ ഖാദി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ ഏതാണ്ട് ഒരു 1000-ഓളം ആർട്ടിസാൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും 1000-ഓളം ആളുകൾ നമ്മളെ ഈ ഉപജീവനം കഴിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ. അപ്പോൾ അവരുടെ ഈ ഉപജീവന മാർഗം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ 14 രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ടി അബ്ദുള്ള നിർവഹിക്കും.
കണ്ണൂർ സർവോദയ സംഘം പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷത വഹിക്കും. കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖാദി മേഖല പ്രവർത്തിക്കുന്നത്. പ്രകൃതിദത്തമായ നാരുകൾ മാത്രം ഉപയോഗിച്ച് കൈകൊണ്ട് നൂറ്റ് നെയ്തെടുക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ഈടുറ്റതും സുഖകരവും ആരോഗ്യപ്രദവുമാണ്. സാമ്പത്തികമായി പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഖാദി മേഖലയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ഖാദിക്കു പുറമെ ശുദ്ധമായ ഉന്നത്തിൽ തീർത്ത കിടക്ക, തലയണ, വിവിധയിനം കരകൗശല വസ്തുക്കൾ, സോപ്പ്, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, തേൻ, നല്ലെണ്ണ, ചന്ദനത്തിരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളും മേളയും വിപണനത്തിനായി ഒരുക്കും. ഖാദി, പോളി, സിൽക്ക് എന്നിവയ്ക്ക് 30% റിബേറ്റും മേളയിൽ അനുവദിക്കും. വാർത്താസമ്മേളനത്തിൽ കെ പ്രഭാകരൻ, എ രതീശൻ, കെ വി വിജയമോഹനൻ, എ പി ബാലൻകുട്ടി എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡും പരിസരങ്ങളിലും ഭീതിയുളവാക്കി ഡെങ്കിപ്പനി പടരുകയാണ്. കാസർഗോഡ് 5 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് ഡെങ്കിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു. ജനറൽ ആശുപത്രിയിലെ ജൂനിയർ പ്രൈമറി ഹെൽത്ത് നഴ്സിംഗ് ട്രെയിനിംഗ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഒരു വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റുള്ളവർ ഹോസ്റ്റലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയ ബദിരടുക്ക രാജീവ് ഗാന്ധി കോളനിയിലെ സുന്ദരൻ, അടുക്കത്ത് വയലിലെ ശ്രീദേവി എന്നിവർക്ക് പരിശോധനയിൽ മലേറിയയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് നഗരസഭയിലെ അണങ്കൂർ, കൊല്ലമ്പാടി, തളങ്കര എന്നീ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തവും പടർന്നു പിടിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് 50 പേർക്ക് ഡെങ്കിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയകോട്ട വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ഇരിക്കൂറിലെ അഗീഷ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. കാഞ്ഞങ്ങാട്, പുതിയകോട്ട, ദേവൻ റോഡ്, TV റോഡ്, കുശാൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും തീരദേശ മലയോര പ്രദേശങ്ങളിലും ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും പടരുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റിൽ തളം കെട്ടി കിടക്കുന്ന മലിനജലത്തിൽ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകളെ ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് മത്സ്യ മാർക്കറ്റിലും മലിനജലം കെട്ടിക്കിടക്കുകയാണ്. കാസർഗോഡ്, കാഞ്ഞങ്ങാട് തീരപ്രദേശങ്ങളിലും ഡെങ്കിപ്പനി പടരുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡെങ്കിപ്പനി, മലേറിയ, മഞ്ഞപ്പിത്തം എന്നിവ പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് ഉണർന്നു പ്രവർത്തിക്കാത്തത് വ്യാപകമായ പരാതിക്കിടയാക്കിയിട്ടുണ്ട്. ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ ആരോഗ്യവകുപ്പ് അധികൃതരുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 3 സ്കൂളുകൾക്ക് NOC ലഭിച്ചത് UDFന്റെ നേട്ടമാണെന്ന വാദത്തെ തിരസ്കരിക്കാൻ യുവമോർച്ച നടത്തിയ വാർത്താ സമ്മേളനം അപഹാസ്യമാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. NOCന്റെ കോപ്പിയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ എവിടെയും ഈ കോടതിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ NOC കൊടുത്തതെന്ന് അതിൽ എവിടെയും ചൂണ്ടിക്കാട്ടിയില്ല. അപ്പോൾ ഇവർ വാദിക്കുന്നത് എന്തെന്നറിയില്ല. പക്ഷേ ആ ജഡ്ജിമെന്റിൽ പറയുന്നത്, അത് സ്കൂളിലേക്ക് NOCയുമായി ബന്ധപ്പെട്ട് ജഡ്ജിമെന്റ് പറയുന്നത് CBSE ഉള്ള ചില മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ ജഡ്ജിമെന്റ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ജഡ്ജിമെന്റിനെതിരെ വളരെ വ്യക്തമായി സർക്കാർ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയിട്ടുണ്ട്. അപ്പീൽ പോയിട്ടുള്ള ഒരു കേസിൽ എങ്ങനെയാണ് അവർ NOC കൊടുക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. മണ്ഡലത്തിൽ യുവാക്കൾ ചോർന്നുപോകുന്നത് യുവമോർച്ചയുടെ ഭാവിയെ ബാധിക്കുമെന്ന ഭീതിയാണ് ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ ഇവർ തയ്യാറായത്. മണ്ഡലത്തിലെ 3 സ്കൂളുകൾക്ക് NOC ലഭിക്കുന്നതിനാവശ്യമായ സഹായം ചെയ്തതിനാണ് PB അബ്ദുൾ റസാഖ് MLAയെ സ്കൂൾ ഭാരവാഹികളും രക്ഷിതാക്കളും ആദരിച്ചത്. എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് NOC ലഭിച്ചതെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് NOC ലഭിച്ചതെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മഞ്ചേശ്വരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹർഷാദ് വോർക്കാടി, AKM അഷ്റഫ്, ശ്രീകാന്ത് ഹൊള്ള, വിശ്വനാഥ കുടൂർ, ബിജു തോമസ്, K നാരായണ എന്നിവർ സംബന്ധിച്ചു. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 04672980-148. വാർത്തകൾ തുടരുന്നു. റബ്ബർ വില കുത്തനെ ഇടിഞ്ഞു. 237 രൂപയിൽ നിന്നും 148 രൂപയായി കുറഞ്ഞു.
ചെറുകിട റബ്ബർ കർഷകർ ഇതോടെ പ്രതിസന്ധിയിലായി. റബ്ബറിന് വിലയിടിയുകയാണ്. കമ്പനികൾ വൻതോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിനാൽ വൻ വിലയിടിവാണ് ഉണ്ടായിരിക്കുന്നത്. വില കുറഞ്ഞതോടെ വരുമാനത്തിൽ ഗണ്യമായ കുറവാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. കിലോയ്ക്ക് 237 രൂപയായിരുന്നു റബ്ബറിന്റെ വില. ഇതിപ്പോൾ 148 രൂപയായിരിക്കുന്നു. റബ്ബറിന് വില കുത്തനെ ഇടിഞ്ഞപ്പോൾ വളത്തിന്റെ വില 545 രൂപയിൽ നിന്ന് 1030 ആസിഡിന്റെ വില 80 നിന്നും 120 ഇവിടുത്തെ റബ്ബർ വില കുറയ്ക്കുന്നതിനായി വൻകിട വ്യവസായികൾ ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും റബ്ബർ ഇറക്കുമതി ചെയ്യുകയാണ്. ഇതാണ് ചെറുകിട കർഷകരെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത്. റബ്ബറിന് കുത്തനെ വിലയിടിഞ്ഞിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരുവിധ നടപടികളും കൈക്കൊള്ളുന്നില്ലെന്നും കർഷകർ പറയുന്നു. ചൈനീസ് കെൻബോ കരാത്തയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഷിഹാൻ നീളന്ത വിക്രം അഖാലെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിൽ 100ഓളം കുട്ടികൾ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഇൻസ്ട്രക്ടർമാരും ബ്ലാക്ക് ബെൽറ്റുകാരും അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പുവെച്ച് സമ്മതപത്രം ഷിഹാൻ നിളന്ത വിക്രമകാലേക്ക് കൈമാറി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ആവേശവുമായി നാടുണരുമ്പോൾ ക്രിസ്മസ് വിപണി നാടെങ്ങും സജീവമായിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ വർണ്ണപ്പകിട്ടും പുൽക്കൂടുകളും ആശംസാ കാർഡുകളുമൊക്കെയായി വിപണി മുന്നേറുകയാണ്. ഡിസംബറിന്റെ വരവറിയിച്ച് വിപണിയിൽ ആദ്യമെത്തിയത് നക്ഷത്രങ്ങളാണ്. സമീപകാല ഹിറ്റ് സിനിമകളുടെ പേരുകളുമായാണ് നക്ഷത്രങ്ങൾ വിപണിയിൽ അവതരിച്ചത്. സന്തോഷ് പണ്ഡിറ്റും യന്ത്രനും മുൻ വർഷങ്ങളിൽ താരങ്ങളായപ്പോൾ ഇത്തവണ തുപ്പാക്കിയാണ് ഡിമാൻഡ്. പേര് പോലെ കാഴ്ചയിലും വെറൈറ്റിയുള്ള നിരവധി മോഡലുകൾ എത്തിക്കഴിഞ്ഞു. ക്രിസ്തുമസിനൊപ്പം പുതുവർഷത്തെയും ലക്ഷ്യമാക്കി ഇറക്കിയിട്ടുള്ള ക്രിസ്മസ് പുതുവർഷ നക്ഷത്രമാണ് മറ്റൊരാകർഷണം. പെട്ടെന്ന് കേടാകാത്തതിനാൽ LED നക്ഷത്രങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. നിവർത്തുമ്പോൾ കാലുകളിൽ വിവിധ നക്ഷത്രങ്ങൾ ഒരുമിച്ച് വിടരുന്ന സ്റ്റാർ ഓഫ് സ്റ്റാർസിന് 150 മുതലാണ് വില. 25 രൂപ മുതലുള്ള നക്ഷത്രങ്ങളും വിപണിയിലുണ്ട്. ആശംസാ കാർഡുകളിൽ തിരുകുടുംബ ചിത്രമുള്ള കാർഡിന് ആരാധകർ ഏറെ എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കൈവെള്ളയിൽ ഒതുങ്ങുന്ന കുഞ്ഞൻ കാർഡുകൾ മുതൽ 2 അടി നീളമുള്ള കാർഡുകൾ വരെ വിപണിയിലുണ്ട്. 5 മുതൽ 375 രൂപ വരെയാണ് വില. കട്ടിംഗ് കാർഡുകൾക്കും തുറക്കുമ്പോൾ സംഗീതം പൊഴിക്കുന്ന കാർഡുകൾക്കും ഇപ്പോഴും ആരാധകർ ഏറെയാണ്. കാർഡുകളുടെ രൂപഭംഗിയേക്കാൾ അതിലെഴുതിയിരിക്കുന്ന ആശംസാ വാചകങ്ങൾ നോക്കിയാണ് ആളുകൾ കാർഡുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ടൂറിസം വികസനം, പരിസ്ഥിതി സൗഹൃദം, ജനകീയ കൂട്ടായ്മ, എല്ലാവർക്കും സ്പോർട്സ്, എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യങ്ങളുമായി ലളിത് ഗ്രൂപ്പിന്റെയും ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജനുവരി 5-ന് ദളിത് സൈക്കിൾ ഓൺ 2013 എന്ന പേരിൽ ജില്ലാതല സൈക്കിൾ ഓട്ട മത്സരം സംഘടിപ്പിക്കും. മത്സരത്തിൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള 800ഓളം സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 3 സ്കൂളുകൾക്ക് NOC ലഭിച്ചത് UDFന്റെ നേട്ടമാണെന്ന വാദത്തെ തിരസ്കരിക്കാൻ യുവമോർച്ച നടത്തിയ അവകാശവാദം പൊള്ളത്തരമെന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ. ഖാദി സിൽക്ക് മേള ഡിസംബർ 14 മുതൽ 24 വരെ കാസർഗോഡ് നടക്കും. ഡെങ്കിപ്പനി പടരുന്നു. കാസർഗോഡ് 5 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് ഡെങ്കിപ്പനി. നിത്യാനന്ദ വികേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സദ്ഗുരു സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് വർക്ക്ഷോപ്പും കമ്പ്യൂട്ടർ ലാബും സ്വാമി നിത്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.